എം റേസ് ടു 5 മൈനസ് 16m ഇസ് ഈക്വൽ ടു ഡാഷ്. അപ്പം നമുക്ക് ഒരു ഐഡൻറ്റിറ്റി യൂസ് ചെയ്യുന്ന രീതിയിൽ ഇതിനെ മാറ്റി എഴുതാം. എമ്മിനെ നമുക്ക് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. എം ഇൻറ്റു എം റേസ് ടു 4 മൈനസ് 16 എഴുതാം. അപ്പോൾ ഇവിടെ ഐഡൻറ്റിറ്റി നമുക്ക് ഉപയോഗിക്കാം. എ സ്ക്വയർ മൈനസ് നമുക്കൊന്ന് മാറ്റി എഴുതാം. എം ഇൻറ്റു എം റേസ് ടു 4നെ നമുക്ക് എം സ്ക്വയർ ഓൾ സ്ക്വയർ എന്ന് എഴുതാം. മൈനസ് 16 നമുക്ക് 4 സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്നുള്ള ഐഡൻറ്റിറ്റി നമ്മൾ ഉപയോഗിക്കാൻ പോകണം. അതായത് എം ഇൻറ്റു എ പ്ലസ് എ എന്ന് പറയുന്നത് എം സ്ക്വയർ ആണ്. എ പ്ലസ് ബി എം പ്ലസ് 4. എ പ്ലസ് എ എന്ന് പറയുന്നത് എം സ്ക്വയറും ബി എന്ന് പറയുന്നത് 4 ആണ്. ഇൻറ്റു എ മൈനസ് ബി എം സ്ക്വയർ മൈനസ് 4. നമുക്ക് ഈ ഒരു ഓപ്ഷനിലില്ല, ഈ ഒരു ആൻസർ ഓപ്ഷനിലില്ല. അപ്പം നമുക്ക് വീണ്ടും എം സ്ക്വയർ മൈനസ് 4നെ വീണ്ടും ഐഡൻറ്റിറ്റി ഉപയോഗിക്കാൻ പറ്റും. അതായത് എം ഇൻറ്റു എം സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു എം സ്ക്വയർ മൈനസ് 4നെ നമുക്ക് എം സ്ക്വയർ മൈനസ് 2 സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ള ഐഡൻറ്റിറ്റി വന്നു. ആ ഐഡൻറ്റിറ്റിനെ വീണ്ടും നമുക്ക് ഒന്ന് ഫാക്ടേഴ്സ് ആക്കാം. എം ഇൻറ്റു എം സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു എം സ്ക്വയർ മൈനസ് 2 സ്ക്വയറിന് നമുക്ക് എം പ്ലസ് 2 ഇൻറ്റു എം മൈനസ് 2 എന്നെഴുതാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഫാക്ടേഴ്സ് ഉള്ളത്. അപ്പോൾ നമ്മുടെ ആൻസർ നോക്കാം. എം ഇൻറ്റു എം സ്ക്വയർ പ്ലസ് 4 എം പ്ലസ് 2 ആൻഡ് എം മൈനസ് 2 ഈ ഓപ്ഷനിലാണ്, ബിയിലാണുള്ളത്. എം സ്ക്വയർ പ്ലസ് 4 ലാസ്റ്റാണ് എഴുതിയിരിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് എഴുതിയിട്ട് കുഴപ്പമില്ല. എം ഇൻറ്റു എം മൈനസ് 2 ഇൻറ്റു എം പ്ലസ് 2 ഇൻറ്റു എം സ്ക്വയർ പ്ലസ് 4. Okay. If you like this video, please like, share and subscribe. Thank you.